കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു ഡിസ്കഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ പരാജയമാണ്. അതിലേറ്റവും നിർണായകമായൊരു കാര്യം തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന ഘടകങ്ങൾ മുതൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകങ്ങൾ വരെ നടക്കുന്ന ഒരു വലിയ സജീവമായ ചർച്ചയാണ്. ചെയ്തു പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പോലെ സെക്രട്ടേറിയറ്റ് ഒരു അവലോകനം നടത്തി അത് താഴേക്ക് വിടുക എന്നുള്ളതല്ല. ഇത് താഴേക്ക് പോയി മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് വന്ന് ഇത് ഒരു അത്രത്തോളം ആ പാർട്ടി ഇത് ഉലച്ചിട്ടുണ്ട്. ആ പാർട്ടിയുടെ മുകളിൽ തുടങ്ങി താഴെയുള്ള മനുഷ്യരെ ഇത് ഉലച്ചിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയ കാരണങ്ങൾ വിശകലനം ചെയ്യുമായിരുന്നു. കൂടുതൽ ശക്തമായിട്ട് പാർട്ടി സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്രായോഗിക പ്രവർത്തനത്തിലേക്കാണ് ഇനി കടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അതിനെക്കുറിച്ച് 1, 2, 3 എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ വീഴ്ചകൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളല്ലേ, അതിൽ ഏറ്റവും താഴെയുള്ള മനുഷ്യരല്ലല്ലോ അതിൻ്റെ അകത്തെ പ്രതികളായിട്ട്. നിങ്ങൾ ഉൾപ്പെടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളല്ലേ. CPM അങ്ങോട്ട് പറയാൻ ശ്രമിച്ചു മുഴുവനും വലിയ വികസന പ്രവർത്തനത്തിന് ഈ വികസനത്തിൻ്റെ രാഷ്ട്രീയം അങ്ങോട്ട് പറയുന്നതിൽ പരാജയപ്പെട്ടു. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ശരിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും വ്യത്യാസങ്ങൾ ഇപ്പം കൂടുതൽ പ്രകടമായി വന്നിട്ടുണ്ട്. ഒന്ന് ഞങ്ങളുടെ ചർച്ചയും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം വഴിയുള്ള തിരുത്തലുകളുണ്ട്. മറ്റൊന്ന് അനുഭവങ്ങളിൽ കൂടി ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. UDF കഴിഞ്ഞ 1 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഞങ്ങൾ സെക്കുലർ രാഷ്ട്രീയത്തിൽ കോംപ്രമൈസ് വരുത്തില്ല. കേരളത്തിലെ മനുഷ്യരോടാണ് പറയുന്നത്. അതേതായാലും BJP ടാർഗറ്റ് ചെയ്തിട്ട് പറയാനുള്ള സാധ്യതയില്ലല്ലോ. ഇടതുപക്ഷത്തും ദുർബലപ്പെടുത്തേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാട് BJPക്കുണ്ട്. കോൺഗ്രസ് അതിന് പറ്റുന്ന രൂപത്തിൽ പ്രചാരവേല നടത്തി. ഭരണം കിട്ടിയപ്പോൾ നേരെ ഘടകവിരുദ്ധമായി മാറുകയാണ് ചെയ്യുന്നത്. ഭരണം മതി എന്നൊരു തോന്നൽ CPM ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജനക്ഷേമ നടപടികൾ കൊണ്ട്, വികസന നടപടികൾ കൊണ്ട് രാഷ്ട്രീയം മനുഷ്യർക്ക് മനസ്സിലാകും എന്നൊരു തോന്നൽ CPM ഉണ്ടായിരുന്നു. ഈ പെൻഷൻ മുടക്കുന്നത് BJP ആണ് അവനെതിരായിട്ട്, അല്ലെങ്കിൽ അതിനെ മറികടന്നാണ് നിങ്ങൾക്ക് പെൻഷൻ തരുന്ന എന്നുള്ള രാഷ്ട്രീയം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ വികസനം കൊണ്ട് മാത്രം വോട്ട് കിട്ടത്തില്ല. ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് മലബാർ ജേർണലിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ CPMൻ്റെ സമന്നതരായ 4 നേതാക്കളുമായിട്ടൊരു സംഭാഷണം നടത്തിയത്. ഒരുപക്ഷെ ഇന്ത്യയിലെയോ കേരളത്തിലെയോ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്ന് ഈ നിലയിലുള്ള ഒരു എക്സസൈസ് നടത്തുന്നത് ആദ്യമായിട്ടായിരിക്കും.